സുഹൃത്തുക്കളെ, മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ മലപ്പുറം പരാമർശം ആഞ്ഞു കത്തുകയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാലപ്പണവും പിടിച്ചു. ഈ പണം ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. ഒരു ദേശീയ ദിനപത്രത്തിന് ദ ഹിന്ദു എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിലപാടുമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ നിലപാട് പറഞ്ഞതോടെ മലപ്പുറത്തെ ആക്രമിക്കുകയാണ്. മലപ്പുറത്തിനെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, മറ്റ് ജില്ലകളിൽ സ്വർണം പിടിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യവുമായി മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അതിശക്തമായി രംഗത്ത് വരുന്നു. കോൺഗ്രസും ശക്തമായി രംഗത്ത് വരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള നേതാക്കളടക്കം ഇതിനെതിരായ പരാമർശവുമായി രംഗത്ത് വരുന്നു. ആദ്യം വളരെ ഗൗരവമേറിയ ഒരു വിഷയം എന്ന നിലയ്ക്ക് ഇതിനെ പരിഗണിക്കേണ്ടത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. കേവലം PV അൻവറിനൊരു മറുപടി കൊടുത്തത് മാത്രമാണോ? അത് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലാണ് ഇത്തരം നിലപാടുകൾ പറഞ്ഞത്. അതിനുമപ്പുറത്തേക്ക് ഇത്തരം ആൾക്കാർക്കെതിരെ പറഞ്ഞാൽ അതൊരു മുസ്ലിം മതവിഭാഗത്തിനെതിരെ പറയുന്നതായി വ്യാഖ്യാനിച്ച് ദുരുപയോഗം ചെയ്യുന്നു എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് വളരെ കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത് കേവലം PV അൻവർ എന്ന രാഷ്ട്രീയ ലക്ഷ്യമല്ല. സമീപകാലത്ത് CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നടത്തിയ വിലയിരുത്തൽ തങ്ങളോടൊപ്പം നിന്ന ജനവിഭാഗങ്ങളെ, തങ്ങളെ കാലങ്ങളായി അധികാരത്തിലെത്തിച്ച ജനവിഭാഗമുണ്ട്. അത് പിന്നോക്ക വിഭാഗം, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിലെ SC ST വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഒപ്പം തന്നെ ഈഴവ വോട്ടുകൾ, ഇതൊക്കെ കാര്യമായി ചോർന്നു പോയി. അത് നേരെ BJPയിലേക്ക് ചോർന്നു പോയി എന്നുള്ള വിലയിരുത്തലാണ് CPIM നടത്തുന്നത്. ആ വിലയിരുത്തൽ നടത്തുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ CPMൻ്റെ മുസ്ലിം പ്രീണന നയം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുകൂടി ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് CAA അനുകൂല സമരവുമായി കേരളത്തിലാകെ ഏതാണ്ട് 5ഓളം സമ്മേളനങ്ങൾ നടത്തിയതടക്കം കനത്ത തിരിച്ചടിയായി മാറുന്നു. കഴിഞ്ഞ കുറേ കാലമായി കേൾക്കുന്നത് CPM മുസ്ലിം സംരക്ഷകരായി മാറുന്നതാണ്. ഒരു പരിധിവരെ മുസ്ലിം ലീഗിൻ്റെ പോലും പ്രസക്തി അപ്രസക്തമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. മലബാറിലെ മുസ്ലിം വോട്ടുകൾ കൃത്യമായി പിടിച്ചെടുത്താൽ പല മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടുകൾ കൂടിച്ചേർന്നാൽ CPMലേക്ക് ഒഴുകിയെത്തിയാൽ അത് വലിയ നേട്ടമാകുമെന്ന് CPM കരുതിയിരുന്നു. സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം, ഞങ്ങളാണ് സംഘപരിവാറിനെ ഏറ്റവും ഗൗരവത്തോടെ എതിർക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. സംഘവിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ കൂടി, മുസ്ലിം പ്രീണന രീതികൾ കൂടി പലയിടത്തും പുട്ടിന് പീര പോലെ ചിലയിടങ്ങളിലൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട്, അതാണ് CAA പോലുള്ള സമരത്തിൽ പതിവില്ലാതെ വലിയ ആവേശത്തോടെ CPM രംഗത്തെത്തിയത് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു സമരത്തിൽ രംഗത്തെത്തിയപ്പോൾ പക്ഷേ നഷ്ടമുണ്ടാകുന്നു എന്ന വിലയിരുത്തലാണ് CPMനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് കാലങ്ങളായുള്ള അവരുടെ നിലപാടിൻ്റെ ഒരു വ്യതിയാനം ഇവിടെ സംഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് ബോധപൂർവമുള്ള ഒരു വ്യതിയാനം എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. നേരത്തെയൊക്കെ മലപ്പുറത്ത് മാത്രം സ്വർണം പിടിക്കുന്നത് അതൊരു ജില്ലയെ അപമാനിക്കേണ്ടതുണ്ടോ? മലപ്പുറം എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് അതിനെതിരെ BJP ആണ് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP പറയുമ്പോൾ BJPയുടെ കേന്ദ്രമന്ത്രിമാർ നടത്തിയ പല പ്രസ്താവനകൾ, ദേശീയ നേതാക്കളടക്കം നടത്തിയ പല പ്രസ്താവനകൾ മലപ്പുറമെന്ന് കേട്ടാൽ BJP ഇതേ ആരോപണം തന്നെയാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി ഇതിനെയൊക്കെ മാറ്റിയെടുക്കുന്നു BJP, മാറ്റിയെടുക്കുന്നു. അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളിലെ തീവ്ര വിഭാഗം എന്ന ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അവിടെ തന്നെയാണ് അത് ഏതാണ്ട് ശരിവെക്കുന്ന അതേ പൊളിറ്റിക്കൽ നിലപാടാണ്. അതായത് മലപ്പുറത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹം കണക്കുകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്ന 150 സ്വർണ്ണക്കടത്ത് കേസുകൾ പിടിക്കുന്നു, ഹവാല പണമിടപാടുകൾ. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ വിവിധ മുസ്ലിം സംഘടനകൾ ചോദിക്കുന്ന ഒരു ഗൗരവമേറിയ ചോദ്യമുള്ളത്. സ്വർണം പിടിക്കുന്നത് കേവലം ഇവിടെ നിന്ന് മാത്രമാണോ?
അതായത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് മാത്രമാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്തിൻ്റെ പ്രധാന ഗേറ്റ് വേ ആയി കണ്ണൂർ വിമാനത്താവളത്തെ മാറ്റിയിട്ടുണ്ട് ഈ സ്വർണ്ണക്കടത്ത് സംഘം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിനെ കുറിച്ച് പറയുന്നില്ല, കണ്ണൂരിൻ്റെ കണക്കുകൾ പറയുന്നില്ല? കേവലം മലപ്പുറത്തെ മുഖ്യമന്ത്രി ഫോക്കസ് ചെയ്യുന്നത് അത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യമാണ്. മലപ്പുറത്തെ അപമാനിക്കുകയാണ്, ഞങ്ങൾ മലപ്പുറത്തിനൊപ്പം നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വോട്ടുകൾ കുറച്ച് കാലമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന CPM-ലേക്കൊക്കെ പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ്. അതങ്ങനെ അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ അതും പൊളിറ്റിക്സ് തന്നെയാണ്. ഇപ്പുറത്ത് CPM എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിം സംരക്ഷകരായി ഫലത്തിൽ UDF മാറാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഈ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോഴും ഗൗരവമേറിയ ചില ചോദ്യങ്ങൾ കൂടി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ്, ഏത് സ്വർണ്ണക്കടത്തിലാണ് മലപ്പുറത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുള്ളത് എന്ന ഗൗരവമേറിയ ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിലെന്തെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഏത് കേസാണെന്ന് മുഖ്യമന്ത്രി സ്പെസിഫൈ ചെയ്ത് പറയും. കാരണം സ്വർണം കടത്തുന്നത് കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയും ഈ ഏറ്റവും കൂടുതൽ കരിപ്പൂരാണെങ്കിൽ പോലും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിപ്പൂരാണെങ്കിൽ പോലും മറ്റിടത്തും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മലപ്പുറത്തെ മാത്രം കണക്കുകൾ എടുത്തുകൊണ്ട് അത് രാജ്യദ്രോഹത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ജില്ലയാകെ അപമാനിക്കുന്ന നീക്കമാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത CPM നേതാക്കൾ അത് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കല്ലേ, അതിന് ക്രെഡിബിലിറ്റി ഉണ്ട്, അങ്ങനെ കേസുണ്ടോ എന്ന് നിങ്ങൾക്ക് കോടതിയിൽ പോയാൽ പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഴകുഴമ്പൻ മറുപടികളാണ്. അല്ലാതെ ഇന്ന കൊണ്ടോട്ടിയിലെ ഇന്ന കേസ് അല്ലെങ്കിൽ മലപ്പുറത്തെ ഇന്ന കേസ്, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോഴും മുസ്ലിം സംഘടനകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ ഇതിൽ NIA വരേണ്ടതല്ലേ, എന്തുകൊണ്ട്? അവിടെയാണ് കൃത്യമായ മറുപടി ഇതുവരെ CPM പറഞ്ഞിട്ടില്ല, ഇതുവരെ പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. സംഘപരിവാർ ഉയർത്തുന്ന അതേ നിലയിൽ തന്നെ CPM എത്തുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് CPM-ൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടി വരിക. CPM ഈ നിലപാട് തുറന്നു കാട്ടുന്ന പോലെ സംഘപരിവാറും CPM തമ്മിലുള്ള വ്യത്യാസം തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് പലരും ഉന്നയിക്കുന്ന ആക്ഷേപം. ഇനി എന്ത് തന്നെയാണെങ്കിലും ഒരു മൃദു ഹിന്ദു സമീപനത്തിലേക്ക് കൂടി ഫലത്തിൽ CPM എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഈ മുസ്ലിം പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ മുസ്ലിം ഇപ്പം തന്നെ അൻവറിനെ ചൂണ്ടിക്കാട്ടുന്നത് SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിന്നാലെയാണ് അൻവർ എന്നല്ലേ. ഇതേ ജമാഅത്ത് SDPI-യുടെയുമായി ബന്ധപ്പെട്ട പല കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലും പത്തനംതിട്ട നഗരസഭയിലും ഒക്കെ ഭരണത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് CPM. അവിടെയാണ് ആ കാലത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കെ പുതിയൊരു പൊളിറ്റിക്സ്, അത് ഈ മൃദു ഹിന്ദു സമീപനം, അതായത് മുസ്ലിങ്ങളെ എതിർക്കുമ്പോൾ ഇപ്പുറത്തുള്ളവർ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിലുള്ളവർ തങ്ങളിലേക്ക് ആ ചോർന്ന വോട്ട് നഷ്ടപ്പെടാതെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയാണ് CPM-നെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും പൊളിറ്റിക്കലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതല്ല എങ്കിൽ ഏത് കേസ് ആണ് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് എന്ന മറുപടി മുഖ്യമന്ത്രി പറയേണ്ടി വരും. അത് പറയുന്നത് വരെ തൽക്കാലം ഇത് പൊളിറ്റിക്കൽ മൂവ് എന്ന നിലയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത് CPM-ന് ഗുണം ചെയ്യുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്, കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഈ വിഷയം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.